ആവാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ വിഷയം നമ്മൾ സ്ഥിരപ്പെടുത്തിയത്. അല്ലെങ്കിൽ എനിക്ക് ഏതാ എടുക്കേണ്ടത്, ഏത് വിഷയമാണ് എടുക്കേണ്ടത് എന്നുള്ളതായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശ്രീധരൻജിയാണ് തീർത്തു തന്നത്. അതിന് അദ്ദേഹത്തോട് ഞാൻ കൃതജ്ഞത പറയുന്നു. നിങ്ങളും ഒക്കെ പറയുക. നമുക്ക് ഗായത്രി മഹാമന്ത്രത്തിൻ്റെ ഒരു സാമാന്യമായിട്ടുള്ള ഒരു പരിചയം, ഒരു വിചാരം നടത്താം. ഗായത്രി എന്ന് കേട്ടിട്ടില്ലാത്തവർ ഇല്ല, ഗായത്രി എന്താണെന്ന് അറിയാത്തവരും ഇല്ല, അല്ലേ? എത്ര പേരുണ്ട് അറിയാത്തവരായിട്ട് എന്താണ് ഗായത്രി എന്ന്? എങ്കിലും വിശദമായിട്ട് അറിയില്ലായിരിക്കും. സാമാന്യം അറിയാത്തവരായിട്ട് ഹിന്ദുക്കളായി ജനിച്ചവരാരും ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ഹിന്ദുക്കളിൽ ധാരാളം ഉണ്ട് അറിയാത്തവർ, പുത്തൂരിലുണ്ടാവില്ല, അല്ലേ? അത് ഉറപ്പാണ്. പുത്തൂരിൽ സംസ്കാരമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഗായത്രി എന്ന്, അതിൻ്റെ മഹാത്മ്യം എന്താണെന്നൊന്നും അറിയാത്തവരല്ല. എങ്കിലും നമുക്ക് ഒട്ടും എന്താ പറയുക, കൂടുതൽ അറിവില്ലാത്തതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമുക്കതിനെക്കുറിച്ച് വിചാരം ചെയ്യാം. ഗായത്രി എന്ന് പറയപ്പെടുന്നത്